ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം. 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്, മോശെ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, എങ്ങനെ അത്ഭുതകരമായി ദൈവം നമ്മെ വഴി നടത്തി. ദൈവത്തിൻ്റെ ആ വലിയ ശക്തിയെക്കുറിച്ച് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. മിസ്രൈമിൽ നിന്ന് നമ്മൾ പോരുമ്പോൾ നമ്മെ പിന്തുടർന്ന ഫറവോനെയും സൈന്യത്തെയും ദൈവം ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. അത്രമാത്രം ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയൊരു അത്ഭുത പ്രവർത്തനമാണ് അവിടെ സംഭവിച്ചത്. നമുക്ക് തേരാളികളില്ല, നമ്മുടെ ഇടയിൽ നിന്ന് യുദ്ധം ചെയ്യുവാൻ ആളില്ല. അടിമത്തത്തിൽ നിന്ന് വന്ന നമ്മൾ വെറും അനാഥരെ പോലെയാണ്. ഫറവോനും സൈന്യവും നമ്മെ നേരിട്ടെങ്കിൽ വീണ്ടും അടിമകളായി നമ്മെ കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ദൈവം എത്രയോ അത്ഭുതകരമായി നമ്മെ വഴി നടത്തി. പുതിയ നിയമവുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പൈശാചിക ശക്തികളെ നമുക്ക് ജയിക്കാൻ സാധിക്കുന്നത് ദൈവത്തോടൊപ്പം നാം ആയിരിക്കുമ്പോഴാണ്. പൈശാചിക ശക്തികൾ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലും നമ്മെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജഡം, ലോകം, പിശാച് മുതൽ പോരാട്ട സഭയിൽ നമ്മൾ ദൈനംദിനം ജീവിക്കുന്നവരാണ്. അതിനെ അതിജീവിക്കണമെങ്കിൽ ദൈവികമായ കൽപ്പനകൾക്ക് വിധേയമായി നമ്മൾ ജീവിക്കുകയും നമ്മുടെ സകല ഭാരങ്ങളും ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയും ചെയ്യണമെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ ലംഘിച്ചാൽ എന്താണ് അനുഭവമെന്നും മോശെ ഇവിടെ പറയുന്നു. രൂബേൻ്റെ കൊച്ചുമക്കളായിരുന്ന ദാത്താനും അബീറാമും അന്യാഗ്നി ദൈവസന്നിധിയിൽ കൊണ്ടുവന്നത് കൊണ്ട് അവരെ ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞതായ അവരും അവർക്കുള്ള സകലത്തെയും ഭൂമി വിഴുങ്ങിയതായ കാര്യവും മോശെ ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തെ അനുസരിച്ചാലുള്ള അനുഗ്രഹവും ദൈവത്തോട് മറുതലിച്ചാലുള്ള പ്രതിഫലവും എന്ന് മോശെ വളരെ വിശദമായി ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. 8 മുതലുള്ള വാക്യങ്ങളിൽ അനുഗ്രഹത്തെക്കുറിച്ചും ശാപത്തെക്കുറിച്ചും ഇവിടെ പറയുന്നു. നിങ്ങൾ വന്ന ഈ ദേശം, നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്ന ദേശം എത്രയോ അനുഗ്രഹപ്രദമായ ദേശമാണെന്ന് നിങ്ങൾക്കറിയാമോ. അവിടെ വർഷം മുഴുവനും കാലാകാലങ്ങളിൽ മഴയും മഞ്ഞും വെയിലും ദൈവം നൽകി. വിത്ത് വിതച്ചാൽ ആ കൃഷി ഫലം ആകുന്നിടം വരെയും സകലതും ദൈവമാണ് ചെയ്യുന്നത്. എന്നാൽ മിസ്രൈമിൽ അങ്ങനെയല്ലായിരുന്നു. എന്തെങ്കിലും നട്ടാൽ നമ്മൾ ദിവസവും വെള്ളമൊഴിച്ചതിനെ നമ്മൾ നനച്ചു കൊടുക്കേണ്ടി വരുമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കനാൻ ദേശമെന്ന് പറയുന്നത്. അവിടെ കാലാകാലങ്ങളിൽ ദൈവം അതിനാവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കും. ആ സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ ദൈവത്തെ നിങ്ങൾ അനുസരിച്ചാൽ മാത്രം മതി, ആ ദൈവത്തെ നിങ്ങൾ സ്നേഹിച്ചാൽ മാത്രം മതി. മോശെ അവരെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ശാപമായിട്ട് മാറുമെന്നുള്ളതാണ്. അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തെന്ന് മോശ ഇവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, നമ്മുടെ ഭൂമിയിലെ നാളുകളും ഇതുപോലെ അനുഗ്രഹമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ ദീർഘായുസ്സോടുകൂടിയിരുന്ന് ഭൂമിയുടെ നന്മകളെയൊക്കെ അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമെന്നുള്ളതാണ്. സകല ജീവജാലികളും പക്ഷിമൃഗാദികളും സസ്യലതാദികളൊക്കെയും ദൈവികമായ കൽപ്പനയ്ക്ക് വിധേയമായി മാത്രം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവയെല്ലാം ഭൂമിയിൽ അനുഗ്രഹം പ്രാപിച്ച് അവ ഈ ഭൂമിയിൽ ജീവിക്കുന്നതും വർദ്ധിച്ചു വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ്റെ ദുരാഗ്രഹവും അവൻ്റെ ആ ദുരാശകളും ഒക്കെയാണ് പലപ്പോഴും മനുഷ്യരിൽ തന്നെ ശാപമായി മാറുന്നത് എന്ന് നമുക്കറിയാം. സ്വർഗരാജ്യത്തിലെ സന്തോഷവും സമാധാനവും
അവിടുത്തെ ആ സ്നേഹം, വിശുദ്ധി, നന്മ ഒക്കെ നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. 24 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നു, ദൈവപ്രമാണങ്ങളെ അനുസരിച്ചാൽ നിങ്ങൾ കാൽ വയ്ക്കുന്നിടമൊക്കെയും നിങ്ങളുടേതായിരിക്കും. എല്ലാ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും അത് നമുക്ക് അനുഗ്രഹമാകണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് ദൈവത്തിന് പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുമ്പോഴാണല്ലോ. പ്രാർത്ഥനയാലും ധ്യാനത്താലും ദൈവവചന ധ്യാനത്താലും ആരാധനകളാലും ഒക്കെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഇതിനു മുൻപ് മോശ പറഞ്ഞതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം യുദ്ധം ചെയ്യുന്നില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. മനുഷ്യരെത്രയോ നിസ്സാരന്മാരാണെന്ന് നമുക്കറിയാം. ദൈവികമായ ശക്തി ആ സാന്നിധ്യമോടൊപ്പം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മോശെ സാഹചര്യത്തോട് പറഞ്ഞതൊക്കെ പുതുനിയമത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നതായി നമ്മളതിനെ കാണുക. യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളൊക്കെ വായിക്കുമ്പോഴും നമ്മുടെ കർത്താവും പിതാവിൻ്റെ ഇഷ്ടത്തിന് ക്രൂശിലെ മരണത്തോളം അവിടുത്തെ ഇഷ്ടത്തിന് തന്നെ താൻ സമർപ്പിച്ചു. അതുകൊണ്ട് പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചതിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തത് മാത്രമാണ്, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുമെങ്കിൽ ഞാൻ പോകുന്ന നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഞാൻ ഇരുത്തും എന്ന് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തു പോയിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മണവാട്ടിയാണല്ലോ സഭയാകുന്ന ഞാനും നിങ്ങളും ഓരോരുത്തരും. ആ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിധേയമായി ദൈവമേ ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വിരോധമായി വരുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിജീവിപ്പാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.